ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സിബിലിനെ കുറിച്ചും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളെക്കുറിച്ചുമാണ്. ഇന്നത്തെ വീഡിയോയിൽ പൂർണ്ണമായിട്ടും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടു കാണും, പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനലിൽ സിബിലിനെ കുറിച്ച് ഭയങ്കര ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് സിബിൽ, ആരാണ് ഈ സിബിൽ കൈകാര്യം ചെയ്യുന്നത്, ഇതിന് സുതാര്യതയുണ്ടോ, അല്ലെങ്കിൽ പണ്ട് തൊട്ടേ നമ്മൾ കേട്ട് ഒരു തഴമ്പിച്ച് കിടക്കുന്ന ഒരു കാര്യമാണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത്. നമ്മൾ ലോൺ അപ്ലൈ ചെയ്യും, സിബിലില്ല, സിബിൽ പോയി ഡൗൺ ആയി, സിബിൽ കുറവാണ്, അങ്ങനെ ഒരുപാട് വാർത്തകൾ കേട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ മുഷിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് സിബിൽ സ്കോർ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിനൊരു പരിഹാരം വേണം എന്നത് കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മുടെ റിപ്പോർട്ടർ ചാനലിലും മറ്റ് അനുബന്ധ ന്യൂസ് ചാനലിലും എല്ലാം ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് അനുകൂലമായി വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്ന കാര്യം അതല്ല. നമ്മൾ സിബിൽ സ്കോർ ഇല്ലാതെ നമുക്ക് ഒരു ബാങ്കോ ഒരു NBFCയോ ലോൺ തരില്ല. അപ്പോൾ സിബിൽ സ്കോറിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണ്? ഓക്കെ, എത്രയാണ് സിബിൽ സ്കോർ വേണ്ടത്? ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണ നമുക്ക് ഒരു 90% ആൾക്കാർക്കും ഇല്ല. ചില ആൾക്കാർക്ക് ശ്രദ്ധിച്ച് കാണും, സിബിൽ തീരെ ഇല്ലാത്തവർക്ക് ലോൺ കൊടുക്കുന്നുണ്ട്, സിബിൽ ഉള്ളവർക്ക് ലോൺ ഇല്ല, ബാങ്കിങ് ഉള്ളവർക്ക് ലോണുണ്ട്, എന്നാൽ ബാങ്കിങ് ഇല്ലാത്തവർക്ക് ലോണില്ല. അങ്ങനെ പല ഓപ്ഷൻസും തിരിഞ്ഞും മറിഞ്ഞും ഒരു കുരുങ്ങി ഒരു കയർ കുരുക്കിയാൽ എങ്ങനെ ഇരിക്കും, അതേപോലെയാണ് ബാങ്കുകൾ ഇപ്പോൾ നമ്മുടെ സിബിൽ കൈകാര്യം ചെയ്യുന്നത്, നമുക്ക് ലോൺ തരുന്നത്. അപ്പോൾ സിബിൽ കൈകാര്യം ചെയ്യുന്ന 3-4 ഏജൻസി ഉണ്ട്. നമ്മുടെ സിബിൽ, ട്രാൻസ് യൂണിയൻ, എക്സ്പീരിയൻ, അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ബേസിലാണ് നമുക്ക് ബാങ്കുകൾ ലോൺ തരുന്നത്. അതായത് നമ്മുടെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന ആ ഹിസ്റ്ററി, അല്ലെങ്കിൽ ലോൺ എടുത്ത് കറക്റ്റ് അടയ്ക്കുന്ന ആളാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് ബാങ്ക് നമുക്ക് ലോൺ തരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സിബിലിപ്പം ഒരുപാട് എല്ലാം ഡ്യൂ ആയി അടച്ച ആകെ ചളകുളമായി ഇരിക്കുന്ന ആൾക്കാർക്ക് ലോണൊന്നും കിട്ടില്ല. എന്നാൽ ഒരു 2 മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക്, അതായത് സിബിൽ നഷ്ടപ്പെട്ടു, എല്ലാം ക്ലിയർ ചെയ്തു, അതിനുശേഷം 2 മാസം കഴിഞ്ഞ് ലോൺ തരുന്ന 2 NBFCയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഏകദേശം ഇതൊരു 100-200ഓളം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും മറ്റാൾക്കാരുടെയും ഒരു ചെറിയ സർവേയിൽ കൂടെ ഞാൻ നടത്തിയ കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പ്രതിപാദിക്കുന്നത്. അല്ല, നമ്മൾ വെറുതെ വായി തോന്നിയെ വിളിച്ച് പറയുകയല്ല. കാരണം ഞാൻ ഉൾപ്പെടെ എനിക്കൊരു 5-6 വർഷം മുമ്പ് സിബിൽ ഭയങ്കര ഡൗൺ ആയിരുന്നു. അതിനുശേഷം ഒരു 2 അല്ലെങ്കിൽ 60-65 ദിവസം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ലോൺ തന്ന 2 ആപ്ലിക്കേഷൻ, ഫസ്റ്റിലെ ഞാൻ എടുത്തത് ഈ 2 ആപ്ലിക്കേഷനിൽ നിന്നാണ്. ഇതിൽ നിന്ന് അടച്ചു, അതായത് ക്ലിയറായിട്ട് അടച്ചു. പിന്നെ 2-3 മാസം കഴിഞ്ഞ ശേഷം എനിക്ക് മറ്റ് ആപ്ലിക്കേഷനിൽ നിന്നും ബാങ്കിൽ നിന്നും എല്ലാം ലോൺ കിട്ടി. ഞാൻ കാർ ലോൺ എടുത്തത് വരെ അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ 2 ആപ്ലിക്കേഷൻ NBFC, RBI അപ്രൂവ്ഡ് NBFCൻ്റെ ലോൺ എടുത്ത് അതെല്ലാം ക്ലിയറായിട്ട് അടച്ചു. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ സിബിലെല്ലാം ക്ലിയറായി. പിന്നെ എനിക്ക് സാധാരണ ബാങ്കിലും ലോൺ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന രീതിയിലായി. അപ്പോൾ ആപ്ലിക്കേഷനിൽ ഒന്നാമത് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ട്രൂ ബാലൻസ് ആണ്. ഓക്കെ, അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക, സിബിൽ കുളമായിരിക്കുന്ന ആൾക്കാർ അടച്ചതിന് ശേഷം 2 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് സിബിൽ കൂട്ടാനും ലോൺ കിട്ടാനും പറ്റിയ ആപ്ലിക്കേഷനിൽ ഫസ്റ്റ് വരുന്നത് ട്രൂ ബാലൻസ് ആണ്. അത് ഫില്ല് ചെയ്യാവുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് കൊടുക്കുക. ഞാനത് മുമ്പത്തെ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞു. നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സാലറി എന്ന് തന്നെ കൊടുക്കുക, അല്ലാതെ നിങ്ങൾ സെൽഫ് എംപ്ലോയി, ഫ്രീലാൻസേഴ്സ് ഒന്നും കൊടുക്കരുത്. അതേപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ ആവശ്യം, ലോൺ എടുക്കുന്നതിന് നിങ്ങൾ എന്താണോ ഉദ്ദേശം, അത് വെഡ്ഡിങ്ങോ അല്ലെങ്കിൽ ഹൗസ് റിനോവേഷനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അല്ലാതെ നിങ്ങൾ വേറെ ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കരുത്, റിജക്റ്റ് ആകും. പിന്നെ സാലറി ക്രെഡിറ്റ് ആകുന്നത്, അതായത് സാലറി ക്രെഡിറ്റ് ആവുന്നത് ഓൺലൈൻ, അതായത് ബാങ്ക് ട്രാൻസ്ഫർ വഴി തന്നെ കൊടുക്കുക. ചെക്കോ ക്യാഷോ ഒന്നും തന്നെ കൊടുക്കരുത്, അത് നിങ്ങൾക്ക് ലോൺ റിജക്റ്റ് ആകും. ഓക്കെ, അതേപോലെ തന്നെ സിബിൽ നഷ്ടപ്പെട്ടവർക്ക് അതെല്ലാം ക്ലിയർ ചെയ്ത് വീണ്ടും ലോൺ കൊടുക്കുന്ന 2ാമത്തെ ആപ്ലിക്കേഷനാണ് ബ്രാഞ്ച്. ഇതും 90% പേർക്കും അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ സെയിം ഞാൻ എടുത്ത ഡീറ്റെയിൽസാണ് ഇവിടെ. നമുക്ക് വെറുതെ പറഞ്ഞാൽ പറ്റുള്ളൂ, എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കണം. ഞാൻ സിബിൽ നഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ എടുത്ത ലോണാണ് ഇവിടെ കാണിക്കുന്നത്. 7316, 9145, 7316, അങ്ങനെ ഒരുപാട് ലോൺസ് ഞാൻ ബ്രാഞ്ചിൽ നിന്നും അതേപോലെ തന്നെ ട്രൂ ബാലൻസിൽ നിന്നും എടുത്തിട്ടുണ്ട്. 2ൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർ അതിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലോൺ എടുക്കാവുന്നതാണ്.
പിന്നെ ഒരുപാട് ഇപ്പോൾ നമ്മൾ FBയിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ അങ്ങനെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ സൈറ്റിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പരസ്യങ്ങൾ കാണാൻ പറ്റും. നിങ്ങളുടെ സിബിൽ കൂട്ടിത്തരും, മറ്റതാണ്, അങ്ങനെ ഒരുപാട് വലിയ വലിയ വാഗ്ദാനങ്ങളുമായിട്ട് ഒരുപാട് കമ്പനീസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും പോയി തലയിടാതിരിക്കുക. 99% ഉടായിപ്പാണ്. കാരണം നിങ്ങളുടെ ക്യാഷ് പോകും. അവർക്കത് ചെയ്യാൻ പറ്റുന്ന കമ്പനീസുണ്ട്, 1-2 കമ്പനീസുണ്ട്, അത് ഓക്കെയാണ്. അല്ലാതെ മറ്റ് കമ്പനീസ് എല്ലാം ഉടായിപ്പാണ്. നിങ്ങളുടെ ക്യാഷ് പോകും. അവർ പറയുന്നത് നിങ്ങൾ എത്ര രൂപ അടച്ചാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്ഥാപനവുമായി സംസാരിച്ച് അവരുമായിട്ട് ഡീൽ ചെയ്ത് നിങ്ങളുടെ സിബിൽ മാറ്റിത്തരാം അല്ലെങ്കിൽ കൂട്ടിത്തരാം എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ നടക്കില്ല. നിങ്ങൾ സാധാരണ ഒരു ലോൺ എടുത്ത് നിങ്ങളുടെ EMI ബൗൺസ് ആകുന്നുണ്ടെങ്കിൽ അത് ആ സിബിലിൻ്റെ ആ ഒരു കോളം കണക്ക് കാണുമല്ലോ. ഇപ്പം ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഇപ്പോൾ ഫെബ്രുവരിയിലാണ് നിങ്ങൾക്കത് സിബിൽ ഡ്യൂ ആവുന്നെങ്കിൽ അവിടെ ഒരു റെഡ് ഇൻറ്റു വരും. അതൊന്നും മാറ്റാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് പോകുന്നെങ്കിൽ അവിടെ ഗ്രീനിലായിരിക്കും ടിക്ക് മാർക്ക് വരുന്നത് ആ മാസത്തിൽ. അപ്പോൾ അങ്ങനെയാണ് ട്രാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സിബിൽ സ്കോർ വേറെ, സിബിൽ സ്കോർ ട്രാക്ക്, അങ്ങനെ 2 കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ മിക്ക ബാങ്കുകൾ ഇപ്പോൾ ചെക്ക് ചെയ്യുന്ന ട്രാക്കാണ്. സിബിൽ സ്കോർ കൂടിയും കുറഞ്ഞും ഇരിക്കും. ഇപ്പോൾ എങ്ങനെയാണ്? കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 70% ആൾക്കാർക്കും ഈ കൊറോണയ്ക്ക് ശേഷം സിബിൽ ഭയങ്കര ഡിപ്പാണ്. ഓക്കെ, ഡൗൺ ആണ്, ഞാൻ ഉൾപ്പെടെ. അത് നമ്മളുടെ പ്രശ്നമല്ല. ആ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ്. മോറട്ടോറിയം എടുത്തവരുണ്ട്, എടുക്കാത്തവരുണ്ട്, അങ്ങനെ ഫിനാൻഷ്യൽ ക്രൈസിൽ ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി വരും സമയങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും പുതിയ ഓപ്ഷൻ സിബിൽ സ്കോർ ഉള്ളവർക്ക് ഒരു പ്രത്യേക ക്രൈറ്റീരിയ ലോൺ കൊടുക്കുമെന്നൊരു പദ്ധതി വരാൻ പോകുന്നു എന്നാണ് കേട്ടത്. അങ്ങനെ വരട്ടെ, നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 2 ആപ്ലിക്കേഷനാണ്. സിബിൽ സ്കോർ ഇല്ലാത്തവർക്ക് ലോൺ അടച്ചതിന് ശേഷം ക്ലിയറാക്കി 2 മാസം കഴിഞ്ഞതിന് ശേഷം ലോൺ കിട്ടുന്ന 2 ആപ്ലിക്കേഷനാണ് ട്രൂ ബാലൻസും ബ്രാഞ്ചും. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.